ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മിക്സി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീബ്ര കേക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ബേക്കായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ബീറ്ററിൽ ചെയ്യാത്തത് കൊണ്ട് സോഫ്റ്റായിട്ട് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും കുറച്ച് ആൾക്കെങ്കിലും. പക്ഷെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ഒരു ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേക്ക് ട്രേ എടുത്തിട്ട് അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ എണ്ണ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ്സിലൊന്നും ഒരുപാട് എണ്ണ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സൈഡ്സിൽ ഒരുപാട് എണ്ണ ആയിക്കഴിഞ്ഞാൽ അത് ആ ഭാഗം ക്രിസ്പി ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ അരിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇനി 3/4 കപ്പ് മൈദയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം സീവ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യം സീവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആ ഗ്യാസ് സ്റ്റൗവും ഒരു ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ഏറ്റവും വലിയ ജാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എഗ്ഗ് മര്യാദയ്ക്ക് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട പതഞ്ഞ് പൊങ്ങി വരുന്ന പോലെ ഇതിൽ നമ്മുടെ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് റെഡിയാക്കി കിട്ടില്ല. പക്ഷെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ പൊങ്ങാത്ത കാരണം കേക്ക് റെഡി ആയില്ല എന്ന് ആദ്യം വിചാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇനി അതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചേർക്കുക എന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. എന്നിട്ടാണ് പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുക. പ്ലസ് 2 ടേബിൾ സ്പൂൺ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അത്ര ഒരു മധുരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യുക. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയുടെ 1/2 കപ്പ് പഞ്ചസാരയുടെ പകുതിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കി പകുതിയും കൂടെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിനിമം ഒരു 1-2 മിനിറ്റോ ആ ഒരു ലോ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ സ്പീഡൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. സ്പീഡ് കൂട്ടുന്നത് മിനിമം ഇതൊന്ന് കുറച്ചെങ്കിലും ഒന്ന് പതഞ്ഞ് വന്നിട്ടേ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ സ്ലോയിലാണ് ഇട്ട് ബീറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. കുറച്ച് പത വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് കൊടുക്കാം. അതായത് 2-ലും 3-ലും മാറി അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറേ നേരം ഒരു സ്പീഡ് തന്നെ ഇട്ട് ബീറ്റ് ചെയ്യേണ്ട. കുറച്ച് 2-ലിട്ടിട്ട് പിന്നെ കുറച്ചൊന്ന് 3-ലാക്കി കൊടുക്കുക. അങ്ങനെ സ്പീഡ് മാറ്റി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാലും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഓരോ ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. പിന്നെയും അത് തുറന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വീണ്ടും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. പിന്നെ അതേപോലെ ഒരുപാട് സ്പീഡിലും ബീറ്റ് ചെയ്യരുത്. ഓരോ ടേബിൾ സ്പൂൺ ഇടുന്ന സമയത്ത് അത് പെട്ടെന്ന് അതിലോട്ട് കൂടി ചേർന്നോളും. നമ്മൾ ഒരുമിച്ച് കുറേ ഇടുന്ന സമയത്ത് അത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും.
അപ്പോൾ നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. അത് നമ്മളെ കേക്കിൻ്റെ ഉയരം കുറയ്ക്കും. അതേപോലെ തന്നെ കേക്കിൻ്റെ ഉള്ളിൽ ഹോൾസൊക്കെ വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ആ ഒരു തിക്നെസ്സിൽ നമ്മുടെ സാധാരണ കേക്കിൻ്റെ തിക്നെസ് തന്നെ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു 1/4 ഭാഗം മാറ്റി വെച്ചാൽ മതി. നമുക്ക് സീബ്ര കേക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബാറ്ററിൻ്റെ 1/4 ഭാഗം മാത്രം മതി. എന്നിട്ട് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഡാർക്കായിട്ടുള്ളൊരു കൊക്കോ പൗഡറാണ്. എന്നിട്ട് ഇത് നമ്മുടെ കേക്ക് ബാറ്ററിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വാനില കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കേക്ക് ബാറ്റർ ഒഴിക്കാം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ രീതിയിലും മാറ്റിയിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു സീബ്ര ലൈൻ പോലെ കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേക്ക് മുഴുവൻ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ ഇത് വരച്ചിട്ടെടുക്കാം. ഇതേപോലെ ഒരു പൂവായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ റൗണ്ടിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പം നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്കിത് ബേക്കായിട്ട് കിട്ടും. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് തന്നെ ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അല്ലാണ്ട് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ബീറ്റർ ഉപയോഗിക്കാണ്ടാണ് ഇത് ചെയ്തതെന്ന് ഒട്ടും മനസ്സിലാവില്ല. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. നമുക്ക് ശരിക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കേക്ക് എന്നല്ല, എല്ലാ കേക്കും ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബീറ്റർ ഇല്ലാത്തവർക്കും സുഖമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടാൽ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാ കേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.